ആത്മശക്തി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പെന്തക്കോസ്ത് തിരുനാൾ ഒരുക്കമായുള്ള ആത്മശക്തി എന്ന ധ്യാനത്തിൻ്റെ 3 ദിവസത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോൾ നമ്മിൽ കൂടുതൽ കൃപകൾ വെളിപ്പെടും. പുതിയ പുതിയ അനുഭവങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകും. പുതിയ പുതിയ ചിന്തകൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകും. പുതിയ പുതിയ അഭിഷേകം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകും. ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ഏറ്റവും വലിയ ഒരു അഭിഷേകത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസം ധ്യാനിക്കുക. ഈ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും ദൈവം നമ്മുടെ സ്വർഗീയ പിതാവ്, ദൈവം നമ്മുടെ സ്വർഗീയ അപ്പച്ചനായി അനുഭവപ്പെടാറുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ചിന്ത അനുഭവപ്പെടാറുണ്ടോ? ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, തകർച്ച വരുമ്പോൾ ആരുമില്ല എന്ന് ചിന്തിക്കാറില്ലേ? ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിക്കാറില്ലേ? ചില പരാജയം വരുമ്പോൾ ദൈവമേ, ജീവിതം തീർന്നു പോയില്ലോ എന്ന് ചിന്തിക്കാറില്ലേ? ഈ ചിന്തയെല്ലാം വരാൻ എന്താണ് കാരണം? ഈ ദൈവം നമ്മുടെ പിതാവാണ്. ഈ ദൈവം നമ്മുടെ കരം പിടിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മകനെ, മകളാണ് നമ്മൾ. ഈ ചിന്ത നമ്മിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുമ്പോഴാണ് ഇപ്രകാരമുള്ള ആകുലതകൾ, ഉത്കണ്ഠകൾ, ജീവിതത്തിൽ തകർച്ച വരുമ്പോൾ, പരാജയം വരുമ്പോൾ, ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ ഒരു വ്യക്തിയിൽ പ്രവേശിക്കാൻ കാരണം. നമ്മുടെ ദൈവം പിതാവാണെങ്കിൽ, നാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണെങ്കിൽ, ഈ ദൈവം നമ്മെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ദൈവം നമ്മെ എപ്പോഴും കാത്തു പരിപാലിക്കുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാറുണ്ട്. ഈ ഒരു ബോധ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ, ഞാനും നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും ഈ ദൈവം നമ്മുടെ സ്വർഗീയ അപ്പച്ചനാണെന്നും ഈ ബോധ്യം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവേശിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് തിരുവചനം ഇപ്രകാരം പറയുക. വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-14 ഇപ്രകാരം പറയുന്നു: ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നിറയും. ഈ ആത്മാവ് നമ്മെ നയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നീ അഭ്യത്തിയിലേക്ക് വരുന്ന അതിശക്തമായ ഒരു ചിന്ത, അതിശക്തമായ ഒരു ബോധ്യം, അതിശക്തമായ തിരിച്ചറിവാണ്, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ, മകൾ എന്ന ചിന്ത. ഈ ചിന്തയിലേക്ക് ഒരു വ്യക്തിയുടെ ജീവിതം ഉയർത്തപ്പെടണം. നമ്മൾ ഈ ലോകത്ത് അനാഥരായ വ്യക്തികളല്ല, നീ ആരുമില്ലാത്തവരല്ല കേട്ടോ. എത്രയും പേര് ചിന്തിക്കുന്നു, ദൈവമേ, ഞാൻ ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോയല്ലോ, നീ ദൈവമേ, എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിറവ് ലഭിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാർ, ദൈവത്തിൻ്റെ പുത്രിമാർ ഈ ചിന്ത ലഭിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ആകുലതകൾ, തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ ചിന്തകൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് നമ്മൾ ഇന്ന് മാറിപ്പോവുകയാണ്. ഈ ചിന്ത തന്നെ വചനം വീണ്ടും പറയുന്നുണ്ട്. പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-15 ഇപ്രകാരം പറയുന്നു: നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നീ നമ്മെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത് ഒരു ഭയമാണ്, ആരുമില്ല എന്ന ചിന്ത ഒരു ഭയമാണ്, ജീവിതത്തിൽ തകർച്ച വരുന്നത് ഒരു ഭയമാണ്, ജീവിതത്തിൽ പരാജയം വരുന്നത് ഒരു ഭയമാണ്, ജീവിതത്തിൽ മാറാതെ കിടക്കുന്ന ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭയമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇങ്ങനെ നിരവധിയായ ഭയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുക, മറിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ്. ഈ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുക. ദൈവത്തെ പിതാവായി കാണാൻ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നീ ഭയന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ ആബാ പിതാവേ, സ്വർഗീയ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ഈ ആത്മാവ് നിറയണം. ഈ നിറവിന് വേണ്ടി ഈ ദിവസം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് ലേഖനം
8-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷി നൽകുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ്, ഈ ദൈവം നമ്മുടെ പിതാവാണ്. ഈ ഒരു ചിന്തയിലേക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തെ എടുത്തുയർത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈ പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, ഈ 3-ാം ദിനത്തെ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം: പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് വന്ന് നിറയണമേ. ദൈവത്തെ പിതാവി എന്ന് വിളിക്കാൻ, അവ പിതാവി എന്ന് വിളിക്കാൻ ഈ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനേക്ക് തരണമേ. ജീവിതത്തിൽ തകർച്ച് പ്രതിസന്ധി വരുമ്പോൾ നീ വീണ്ടും വീണ്ടും ഭയത്തിലേക്ക് പോകുന്ന ആത്മാവിനെയല്ല, നീ നമ്മെ ധൈര്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് തരും. ഇതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, ഇതിനുവേണ്ടി നമുക്ക് തുറന്നു വരുന്ന ആരാധനയെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുവസ്തുരൂപനായ യേശുവിന്റെ കരങ്ങളിലേക്ക് പെന്തക്കോസ്ത് തിരുനാൾ ഒരുക്കമായ ഈ ധ്യാനത്തിൻ്റെ 3-ാം ദിവസത്തെ നമുക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വിധി വരുമ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ ദൈവവിധിയിൽ സംഭവിക്കും. ദൈവാത്മാവ് നമ്മെ അറിയുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ചിന്ത കടന്നു വരിക. ഈ ദൈവം നമ്മുടെ പിതാവാണ്, ഈ ദൈവം നമ്മുടെ സ്വർഗീയ അപ്പനാണ്. ഈ ചിന്തയിലേക്ക് നമുക്ക് എത്ര പേർക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നുണ്ട്? എൻ്റെ ദൈവം, എൻ്റെ പൊന്നുതമ്പുരാൻ, എൻ്റെ സ്വർഗീയ അപ്പച്ചനാണ്. ഈ ചിന്ത ഒരു വ്യക്തിയിലേക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവേ, ഈ അഭിഷേകം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സ്പർശിക്കുന്ന സമയം, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അതേത് പ്രതിസന്ധി, പ്രശ്നങ്ങൾ, തകർച്ച, പരാജയമാകട്ടെ, നീ അവിടെയല്ല. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളാണ്. ദൈവനെ പരിപാലിക്കും, എൻ്റെ സ്വർഗീയ അപ്പച്ചനെ കാത്തു സൂക്ഷിക്കും. ഈ ബോധ്യം, ഈ വിശ്വാസം പരിശുദ്ധാത്മാവെ എനിക്ക് ആഴമായി തരണമേ എന്ന് ആഗ്രഹിച്ച് ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ എന്ന് സ്തുതിച്ച് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന സമയം. ശാന്തമായി മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. വരവായി പുതു പന്തക്കുസ്ത.